സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് പ്രേമമാണ് നിനക്ക് എന്ന് പറഞ്ഞ മഹി കൃഷ്ണനെ കളിയാക്കുകയാണ്. എന്നാലും അങ്ങനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൃഷ് അത് തടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നീട് പണിക്ക് പോയ ശ്രീനി കൂടെ പണിയെടുക്കുന്ന ജെറിയോടും മറ്റും ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ്. വീട് തിരിച്ചെടുക്കണമെന്ന് വരുൺ പറഞ്ഞെങ്കിലും കൺമണി അത് സമ്മതിച്ചില്ല. എന്താണ് അവൾ കണ്ട വഴി, എനിക്കൊരു എട്ടും പിടിയും ഇല്ല എന്നൊക്കെ പറയാണ് ശ്രീനി. മിക്കവാറും വീട് തിരിച്ചെടുക്കലൊന്നും നടക്കില്ല ജെറി, വീട് നഷ്ടപ്പെടുമെന്ന് പറയാണ് ശ്രീനി. മഹിയോട് കൃഷ് കൺമണി ഇന്നാകെ മൂഡ് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തുടർന്ന് നീ എന്നോട് അന്ന് പറഞ്ഞല്ലോ കൺമണിയുടെ ഏട്ടത്തി അവളെ ഉപദ്രവിക്കാറുണ്ടെന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നറിയില്ല. അവൾ എങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം അവളുടെ ഏട്ടത്തി ആയിരിക്കുമെന്ന് കൃഷ് പറയുന്നുണ്ട്. പിന്നീട് എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, ആരെ കണ്ടിട്ടാണെന്നറിയില്ല, ധനലക്ഷ്മി ഇങ്ങനെ കണ്ണുരുട്ടി നിൽക്കുകയാണ്. പിന്നീട് ഗൂഗിൾ വിളിക്കുകയാണ് കൺമണിയെ. അപ്പൊ എന്തെങ്കിലും വഴിയുണ്ടോ അപ്പേ വീട് തിരിച്ചെടുക്കാൻ, നമുക്ക് നമ്മുടെ വീട് നഷ്ടപ്പെടുമെന്ന് അപ്പേന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല ഗോകുലെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം, നീ വിഷമിക്കല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ നമ്മളെ കൈവിടിയില്ല, നമ്മൾ വീട് തിരിച്ചെടുക്കും ഗോകുലെ എന്നൊക്കെ കൺമണി പറയാണ്. ഒരു വണിന്റെ സഹായം നമുക്ക് ആവശ്യം വരില്ല എന്നൊക്കെ പറയാണ് കൺമണി. പിന്നീട് കൺമണി ഇതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ അലികയിൽ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ കൃഷ് വരികയാണ്. കൃഷ് വന്നിട്ട് കൺമണിയോട്, കൺമണി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, സോറി കൺമണി, ഞാൻ ഇന്നലെ കൺമണിയുടെ മാനസികാവസ്ഥ എന്താണെന്നറിയാതെ പെരുമാറിയതിന് എന്ന് പറയാണ്. പെട്ടെന്ന് ദേവിജി കൊടുത്ത ആ ഉറപ്പിന്മേൽ കുറച്ച് ആശ്വാസമായ മാനസികാവസ്ഥയായ കൺമണിയെ, അങ്ങനെയൊന്നുമില്ല സാർ, ഞാനല്ലേ സാറിനോട് മാപ്പ് പറയണ്ടേ, ഞാനാണ് തെറ്റായി പെരുമാറിയത്, സോറി സാർ എന്ന് പറയാണ് കൺമണി. എന്റെ കൺമണി, തനിക്കിത് എന്താടോ പറ്റിയേ, തന്റെ വിഷമം കണ്ട് എനിക്കും വിഷമമാകുന്നു തനിക്കറിയാലോ. പറയടോ, തനിക്ക് എന്താ പറ്റിയേ, കൺമണിയുടെ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ, തനിക്ക് എന്തു പറ്റിയാലും കൺമണി തനിക്ക് ഞാനുണ്ട്, തന്നെ ഒരിക്കലും ഞാൻ തനിച്ചേക്കില്ല എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുകയാണ് കൃഷ് കൺമണിയെ. ഇതൊക്കെ കാണുകയാണ് ഒളിച്ചിരുന്ന വിദ്യ.